ഹായ് ഹുൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു മോർണിംഗ് റൊട്ടീനാണ്. അത് മാത്രമല്ല ഉച്ചക്കത്തെ ലഞ്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെ. അപ്പോൾ ഇന്ന് ചട്നി ആട്ടോ. ചട്നി ഉഴുന്ന് ദോശക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി ചട്നിയുടെ റെസിപ്പിയും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം ഞാൻ വെളിച്ചെണ്ണയ്ക്ക് ഉലുവയും പെരിഞ്ചീരകം ഇട്ട് അതൊന്ന് പൊട്ടിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചീരുള്ളി ഇട്ടിട്ട് അതൊന്ന് വഴന്നതിന് ശേഷമാണ് വലിയ ഉള്ളി ഇട്ട് കൊടുക്കണത്. അപ്പോൾ റസായിട്ടോ ഇളക്കി തരാനൊക്കെ അവൾ ചായക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ചട്നിയാണെന്ന് തന്നെ അപ്പോൾ എന്നാൽ അതും കൂടെ കൂട്ടി കഴിക്കാമെന്നുള്ളതിൽ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ സഹായിക്കും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്നിട്ട് ഇപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതുണ്ടല്ലോ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മളധികം ഒരു മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇട്ടെടുത്തത്, മുളക് പൊടി ഇട്ട് കൊടുക്കില്ല, ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടിക്ക് പകരം ഇതേപോലെ ചുവന്ന മുളക് ഉണ്ടല്ലോ, ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുത്തിട്ട് അതാട്ടോ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം മിക്സിൻ്റെ ജാറിലാട്ടോ ഞാൻ അരച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വെച്ചാൽ ഈ ചട്നി ഇങ്ങനെ ഉണ്ടാക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ. തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല അവർ, പക്ഷേ തേങ്ങയും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ. ആ ദോശ എത്രനാ പോണെന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റ് കേട്ടോ. കിട്ടിലും ടേസ്റ്റാണ്. ഞാൻ തള്ളി മറിക്കുന്നല്ല, നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ അറിയിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ആ ഒരു 3 മുളക് കൊണ്ട് ഇപ്പോൾ എരിവുണ്ടാവുമോ എന്നുള്ളത്. അത്യാവശ്യം എരിവുണ്ടാവും കേട്ടോ. പിന്നെ ആ ഒരു എരിവാണ് ഇതിക്കൊരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു മുളകിൻ്റെ ആ ഒരു എരിവ് മാത്രം. മുളക് പൊടി ഇടുമ്പോൾ ഇത്രക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുമെന്ന് നിൽക്കറിയില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. ഈ ഒരു എരിവാണ് ഇതിന് മാച്ചായിട്ടുള്ള എരിവ് കേട്ടോ. പിന്നെ ഞങ്ങളോട് അത്ര ഉണ്ട് എരിവിനെ ഇഷ്ടപ്പെടുന്നവർ കുറവാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ എരിവാണ് കൂട്ടാറ് കേട്ടോ. ഇനിയിപ്പോൾ ആ മിക്സി ഒന്ന് നന്നായിട്ട് ചുരട്ടിയിട്ട് കുറച്ചൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് എത്ര വെള്ളം, പക്ഷേ നല്ല ഓവർ വെള്ളം ഒഴിക്കരുത്. അതേപോലെ തന്നെ ഈ ഒരു തള ഉണ്ടല്ലോ, ആ ഫസ്റ്റ് തള വന്നാൽ ഓഫ് ചെയ്യണം കേട്ടോ. ഇട്ടിട്ട് തിളപ്പിച്ചും കണ്ട് വെറുപ്പിക്കരുത്, അപ്പോൾ ആ ഒരു പെർഫെക്റ്റ് കിട്ടൂല കേട്ടോ. ഇനിയിപ്പോൾ റസ ഓൺ വെയിറ്റിംഗ് ആയ കാരണം തന്നെ ഞാൻ ഓൾക്കിത് വേഗം കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ വൈക്ക് പോയതല്ലേ വെച്ചിട്ട് ഈ പൂനെ വിളിച്ച് കുളിപ്പിച്ചിട്ട് ഇവിടെ കൂടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾക്ക് ചായ കൊടുക്കലും ദോശ ചുടലും എൻ്റെ ചായ കൂടിയും കൂടെ ഞാൻ ആ ഒരു ടൈം കൊണ്ട് കഴിച്ചിട്ടാണ്. ഈ ദോശ ആകുമ്പോൾ പ്രത്യേകിച്ച് അപ്പം തന്നെ ചുട്ട്, അതും ഈ ചട്നിയും കൂടെ ആകുമ്പോൾ നമ്മൾ ആ ചൂടോടുക്ക് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറൊരു ലെവലാട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഈ ദോശ ചുടുമ്പോൾ അങ്ങനെ ചെയ്യാറുള്ളത്. അങ്ങനെ ചായ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി മക്കൾക്ക് സ്കൂൾക്ക് ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടി ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചത്. അപ്പോൾ ഞാനത് കുക്ക് ചെയ്യുന്നതിൻ്റെ സമയത്ത് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യലും അതേപോലെ എന്താ പറയുക റൈസ് ഒന്ന് വേവിച്ച് വെക്കലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആദ്യം ഞാനിപ്പോൾ ഡാൽഡയാണ് യൂസ് ചെയ്തത്. സൺഫ്ലവർ ഓയിലായിട്ടോ ബെറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡാൽഡ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഉള്ള വെജിറ്റബിൾ ആട്ടോ കട്ട് ചെയ്തിരിക്കുന്ന ക്യാപ്സിക്കം, ക്യാബേജ്, ക്യാരറ്റ്, ഉള്ളി. ഇത് ഞാൻ ആദ്യം വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്നുണ്ട്. ഇതതിന് ശേഷം ഞാൻ ബാക്കിയുള്ള വെജിറ്റബിളൊക്കെ കൂടെ ഇട്ടിട്ട് വഴറ്റിയെടുത്ത് അതിനിടയിൽ ഞാനൊന്ന് പോയി വന്നപ്പോഴത്തേന് ഡ്രസ്സൊക്കെ ഒന്ന് യൂണിട്ടെടുത്ത് വന്നപ്പോഴത്തേന് എൻ്റെ ഡ്രസ്സ് അത് കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്ലിമ്മിലിട്ടതേന്ന് ഓളൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്ത് അപ്പം റെഡിയായി കൊളായി. ഇനിയിപ്പോൾ ഉണ്ടല്ലോ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ പിസ്സ പൊരിച്ച് വെച്ചില്ലേ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഉണ്ടല്ലോ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയായിട്ട് ഇട്ടെടുത്തത്. ഇനിയിപ്പോൾ ടൊമാറ്റോ സോസും സോയ സോസൊക്കെ ഒഴിച്ചു കൊടുക്കുക. അതൊന്നും കയ്യിലില്ല, ഒക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്നാൽ അതൊന്നും ഇല്ലാത്തൊരു ഫ്രൈഡ് റൈസാണ്, തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മക്കളെ പറഞ്ഞയച്ച് ബാക്കി ചിക്കനുള്ളത് വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് തിരുമ്പലും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കിച്ചണിൽ ഇറങ്ങിയത്, കാരണം മെഷീന് കേടായ കാരണം തന്നെ ഞാൻ പുറത്ത് കല്ലിലാണ് അലക്കിയതെന്ന്. അത് കാരണം തന്നെ ആകെ മൊത്തത്തിൽ നനഞ്ഞ കാരണം കുളിയും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് കഴിച്ചിട്ടോ. പിന്നെയാണ് കിച്ചണിൽ വന്നത്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ
കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ആകുമ്പോൾ ഞങ്ങൾ വേറെ എന്തെങ്കിലും ഇത് ഉണ്ടാക്കും, കാരണം ഉമ്മാക്ക് ചിക്കൻ പറ്റൂല കേട്ടോ. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഉപ്പേരി അങ്ങനെ എന്തെങ്കിലും ഉമ്മാക്ക് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ചീര കിട്ടിയ കാരണം ചീര വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ മസാല ഇട്ട് കൊടുക്കട്ടോ. ഞാൻ ഒരുപാട് തവണ ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല. പിന്നെ ഇത് ഞാൻ ചിക്കൻ ഗ്രേവി ഒന്നുമല്ല കേട്ടോ, ജസ്റ്റ് കറിയല്ല എന്നാൽ ഗ്രേവിയാണോ അല്ല അങ്ങനെ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മക്കാറാക്കാനായിട്ട് എൻ്റെ മോൻ്റെ പിന്നിലും ബാക്കിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഓനെന്തേലും ഒന്ന് കൊടുത്ത് ഒതുക്കണം. പൗഡറോ ആരെനിക്ക് പൗഡർ ഇട്ടെന്നേ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് എവിടേക്കെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ഓനവിടെ ഉപ്പാൻ്റെ അടുത്ത് പോയിരുന്നത്. ഇപ്പോൾ അങ്ങനെ പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് ഓനെ സോപ്പിട്ട് മയക്കൂട്ടാം. ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഞാനിതിക്ക് ഇനി ചിക്കൻ ഇട്ടെടുക്കാൻ പോണേ. അതിന് മുന്നേ ഞാൻ ഇവനൊന്ന് സൈഡാക്കണം നിരാച്ച. അപ്പോൾ പിന്നെ ഇത് കിടന്ന് വറ്റിന് കണ്ടപ്പോൾ ഓനക്കങ്ങനെ എത്തൊന്നുമില്ല കേട്ടോ. ഗ്യാസമ്മക്ക് ജസ്റ്റ് ഇവിടെ സ്റ്റൂളിട്ട് നിൽക്കുകയാണ്, ഞാൻ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഇതെന്ത് റെഡിയാക്കിയിട്ട് വേണം ഓനൊന്ന് ഒതുക്കാൻ വെച്ചിട്ട് ഓനൊന്ന് ഒതുക്കി വെച്ച്. അപ്പോൾ നോക്കുമ്പോൾ ചീരയും റെഡിയാക്കി. ഇതുണ്ടല്ലോ തണ്ട് മാത്രമൊന്നുമല്ല കേട്ടോ, തണ്ട് അത്യാവശ്യം കുറച്ചൊക്കെ വേവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ആദ്യം അങ്ങ് വേവിക്കാനിട്ടാട്ടോ, ബാക്കി പിന്നാലെ ഇടും. അതിൻ്റെ മുന്നേ ഇവനൊന്ന് ഒതുക്കട്ടെ വെച്ചിട്ട് ഞാൻ ഒരു ഫാഷൻ ഫ്രൂട്ട് എടുത്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് സോപ്പ് ഇടുകയാണ്. കഞ്ഞിയൊക്കെ കൊടുക്കാനുള്ള ടൈം അയക്കണേ, അതാണ് 37 അടുക്കളയിൽ കിടന്ന് ചുറ്റി കയറിക്കണേ. അപ്പോൾ ഞാൻ ഇതൊന്ന് കൊടുത്ത് ഇതൊക്കെ ഒന്ന് റെഡി അതിൻ്റെ ഷോണിട്ട് കഞ്ഞിയിട്ട് അങ്ങനെ പോയിട്ട് ഒന്ന് ഉറക്കിയിട്ട് നമുക്കും ഫ്രീ ആയിരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അങ്ങനെ ഒതുക്കിയിട്ടുണ്ട്. ഇനി ബാക്കി ചീരയും കൂടെ ഞാൻ ഇതിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ചീരയ്ക്ക് ഇഷ്ടമുള്ളവർ കമൻറ്റിൽ പറയൂ കേട്ടോ. ഞങ്ങളെ ഫേവറേറ്റ് ചീരയാണ്. ഇതിനെക്കാട്ടും ഞങ്ങൾക്ക് ഇഷ്ടം പച്ച ചീര ഉണ്ടല്ലോ അതാട്ടാ. ഇതിക്കുണ്ടല്ലോ തേങ്ങ അങ്ങനെ കുറച്ച് ഒരു 2-3 ചീനമുളകോ അല്ലെങ്കിൽ സാധാ മുളകോ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നങ്ങനെ സമ്മന്തി പോലെ അരച്ചിട്ട് അത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് കേട്ടോ. അതൊക്കെ ഞങ്ങൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, അത് ഞാനല്ല ചേർത്തത്. ഞാൻ ചേർത്ത വീഡിയോ ആണ് ഞാനിതിൽ ഉൾപ്പെടുത്താറുള്ളത്. എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. പാർട്ട്ണർമാരുണ്ടല്ലോ ഓല ചെയ്യുന്നത് അതേകൊണ്ട് ഉൾപ്പെടുത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ വേറെ തിരക്കിലും കാര്യത്തിലും പെട്ടുപോകും അങ്ങനെ കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനും ഇതൊക്കെ റെഡിയായി ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ല സമ്മന്തി പോലെ ആക്കി എടുത്തിട്ടുണ്ടെന്ന്. ഇതേപോലെ കേട്ടോ. അങ്ങനെ ഒരുവിധം എല്ലാവരും ചോറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം. ഞങ്ങളിങ്ങനെ ഞാൻ പിന്നെ മോനെ കഞ്ഞി ഉറക്കാനൊക്കെ പോയതിന് ശേഷം പിന്നെ ബാക്കി ചോറിനത് പിന്നെ കേട്ടോ. അപ്പോൾ ഇതാ വെണ്ടക്ക കറി അതിനിടയിൽ ഒളി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കറിയും ചിക്കനും ചീരയൊക്കെ ആയിട്ട് ചോറുന്നാണ്. മോൻ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. പുതിയ നല്ല റെസിപ്പി ആയിട്ടും വീട്ടുവിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.